സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പുത്തൻ പ്രതീക്ഷയുടെയും ആഘോഷമാണ് ക്രിസ്മസ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ബൈബിൾ വാക്യം മഹത്തായ നന്മയെ കുറിക്കുന്നു. ലോകത്തിനാകെ വെളിച്ചം പകരുന്ന ആ സന്ദേശത്തിൻ്റെ പ്രഭ കെടുത്തും വിധം ക്രിസ്മസ് ആഘോഷങ്ങളെപ്പോലും കടന്നാക്രമിക്കുന്ന അവസ്ഥ നമ്മെ ആകെ അസ്വസ്ഥരാക്കുകയാണ്. മധ്യപ്രദേശ്, UP, കർണാടക, ഹരിയാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഇത്തരം ആക്രമണം നടക്കുന്നതിൻ്റെ വാർത്ത വന്നു. സംഘപരിവാർ ശക്തികളാണ് എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ. ഉത്തർപ്രദേശ് സർക്കാർ ക്രിസ്മസ് അവധി തന്നെ റദ്ദാക്കി. അന്ന് മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് നിർദ്ദേശം. ഈ ദിവസം വിദ്യാർത്ഥികളുടെ ഹാജർ നിർബന്ധമാക്കുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ കേരളം വിട്ടുനിൽക്കും എന്നാണ് നമ്മളെല്ലാവരുടെയും ബോധ്യം. എന്നാൽ ആ ബോധ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാനത്തെ തപാൽ ഓഫീസുകളിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടിയിൽ ഗണഗീതം പാടണമെന്ന് BMS യൂണിയൻ്റെ ആവശ്യം ഉയർന്നു. ഇതിനെതിരെ പ്രതിഷേധം വന്നതോടെ ജീവനക്കാരുടെ കൂട്ടായ്മകൾ പോസ്റ്റ് ഓഫീസുകളിൽ നടത്താനിരുന്ന ക്രിസ്മസ് ആഘോഷം തന്നെ റദ്ദാക്കാൻ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ തീരുമാനിച്ചു അത്രേ. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികൾ അടങ്ങുന്ന കരോൾ സംഘത്തിന് നേരെ സംഘപരിവാർ അക്രമമുണ്ടായി. ഈ അക്രമി സംഘത്തെ ന്യായീകരിച്ചാണ് BJP നേതാക്കൾ രംഗത്ത് വന്നത്. കരോൾ സംഘങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അവർ പൊതുവായി മദ്യപിക്കാറുണ്ടെന്നും മാന്യതയില്ലാത്ത രീതിയിലാണ് കരോൾ നടന്നതെന്നുമുള്ള ന്യായീകരണങ്ങളാണ് ചില മുതിർന്ന നേതാക്കളായവർ തന്നെ നിരത്തിയത്. അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്വകാര്യ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നതിനെതിരെ RSS അനുകൂല സംഘടനകളിൽ നിന്ന് സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ചില സ്കൂളുകൾ ആഘോഷങ്ങൾ ഒഴിവാക്കി വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആഘോഷങ്ങൾ നടത്തുന്നവർക്കെതിരെയും മതപരമായ വിവേചനം കാട്ടുന്ന സ്കൂളുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം ശക്തികൾ തലപൊക്കുന്നു എന്നത് ഗൗരവമായാണ് കാണുന്നത്. ഭരണഘടന അനുവദിച്ച് നൽകുന്ന മൗലികാവകാശങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ ബഹുസ്വരതയോടും സഹവർത്തിത്വത്തോടും വിപ്രതിപത്തി വെച്ച് പുലർത്തുന്ന കൂട്ടരാണ് സംഘപരിവാർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ക്രിസ്മസിന് കേക്കും കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തിയവരാണ് ഇപ്പോൾ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിക്കാൻ തയ്യാറാകുന്നത്. 2025 ഏപ്രിൽ 4 RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തിനെ പരാമർശിച്ചുള്ള ലേഖനം പ്രത്യക്ഷപ്പെട്ടതും RSSൻ്റെ
ഉള്ളിലിരിപ്പ് കാട്ടിത്തന്ന സംഭവമായിരുന്നു. അപരമത വിദ്വേഷം പടർത്തി മതനിരപേക്ഷതയെ കളങ്കപ്പെടുത്തുന്ന സംഘപരിവാർ ശ്രമങ്ങളെ നമ്മുടെ നാട് ഒരു തരത്തിലും അംഗീകരിക്കില്ല. ഇത് ആവർത്തിച്ച് പറയേണ്ട സന്ദർഭം കൂടിയാണ് ഈ ക്രിസ്മസ് പുതുവത്സര വേള. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് വാളയാറിലെ കൊലപാതകം. ആ ഹീന സംഭവത്തിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമപരമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫലപ്രദമായ അന്വേഷണം തന്നെ ഈ കാര്യത്തിൽ നടക്കുമെന്നതാണ് പറയാനുള്ളത്. അപരവിദ്വേഷത്തിൻ്റെ ആശയങ്ങളിൽ പ്രചോദിതരായ ഒരു സംഘം ആളുകളാണ് പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാംനാരായൺ ബാഗേലിനെ കൊലപ്പെടുത്തിയത്. പ്രതികളിൽ ചിലർ ക്രിമിനൽ പശ്ചാത്തലവും വർഗീയ മനസ്ഥിതിയുമുള്ളവരാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടത്തി വിജയിപ്പിച്ച ആൾക്കൂട്ട ഹിംസയെ കേരളത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുകയാണ്. കേരളം അതിന് പറ്റുന്ന മണ്ണല്ല എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ എന്ന് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെ ചാപ്പ കുത്തുകയും ചെയ്തു. ആരെയും കടന്നാക്രമിക്കാൻ ഇത്തരം ചാപ്പകുത്തലുകൾ ആയുധമാക്കുന്നത് ഉത്തരേന്ത്യയിലാണ് നാം മുൻപ് കണ്ടിട്ടുള്ളത്. അത് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാമെന്നത് സംഘപരിവാറിൻ്റെ സ്വപ്നമാകാം. രാംനാരായൺ ബാഗേൽ കൊല്ലപ്പെട്ടത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. കുടുംബത്തെ സംരക്ഷിക്കാനാണ് ആ ചെറുപ്പക്കാരൻ ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടെ എത്തിയത്. 2 കുഞ്ഞുങ്ങളും അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബം. ബാഗേൽ കൊല്ലപ്പെട്ടതോടെ ആശ്രയമില്ലാത്തവരായി. ആ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 30 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു.